ഹായ് 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 ഹായ്. അപ്പൊ ദിലീപേട്ടൻ ഒരു വലിയ ആരാധന. അതെ അതെ അതെ. മായാമോഹിനി, സൗണ്ട് ബോംബ, മിസ്റ്റർ മരുഭവൻ, അങ്ങനെ ഒരുപാട് സിനിമകൾ, ചാന്തുപോട്ട്, മൈ ബോസ്, സി ഡി മൂസ, റൺവേ, അങ്ങനെ ഒരുപാട് പടങ്ങൾ നമുക്ക് മറക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ എന്താ പറയുക, ഒരു ജോക്കർ, അങ്ങനെ ഒരുപാട് സിനിമകൾ നമുക്ക് കരയിപ്പിച്ചിട്ടുണ്ട്, ചിന്തിപ്പിച്ചിട്ടുണ്ട്, ചിരിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ 2000 കഴിഞ്ഞിട്ടുള്ള ഗഡിലേക്ക് ഒരു ചിരിപ്പിക്കുന്നത് ദിലീപേട്ടന് മാത്രമേ പറ്റുള്ളൂ. കാരണം മമ്മൂക്കയും ലാലേട്ടനൊക്കെ ഫീൽഡിലുണ്ടെങ്കിലും പോലും അവരും സിനിമകൾ കുറവല്ലേ ചെയ്യുന്നത്. കാരണം മമ്മൂക്ക വലിയ നടനാണ്, ഓക്കെ, സമ്മതിച്ചു. പക്ഷേ മമ്മൂക്ക ചെയ്യുന്ന കഥാപാത്രങ്ങളൊക്കെ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ്, എനിക്കിഷ്ടമാണ്. പക്ഷേ മമ്മൂക്ക എന്തുകൊണ്ട് ഈ കോമഡി റോൾസ് അധികം ചെയ്യുന്നില്ല? അല്ല, മമ്മൂക്ക ഈ കോമഡി അത്ര വഴങ്ങാത്തോണ്ടായിരിക്കും. രാപ്പകല്ലത് കോമഡിയാണ്. തുർപ്പൂലാൻ ഇപ്പോഴത്തെ പ്രായം വെച്ചിട്ടല്ല, അപ്പത്തെ പ്രായം. താരാദാസിലൊക്കെ എന്ത് കോമഡിയാണ് ഇപ്പത്തെ പ്രായമല്ല അപ്പ. പിന്നെ പട്ടണത്തിലെ ഭൂതം. അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത് മന്ത്രിരാജ വന്നപ്പോഴാണ് നമ്മുടെ മന്ത്രിരാജയുടെ ഡയറക്ടർ ആണെന്നറിയോ? ഡയറക്ടർ വൈശാഖ് വന്നപ്പോഴാണ് പുള്ളിനെയൊക്കെ ഒരു കോമഡിയും പറ്റുമെന്ന് തെളിയിച്ചത്. മെഗാസ്റ്റാർ മമ്മൂക്കയ്ക്കും കോമഡി ഭയങ്കരമെന്ന് തെളിയിച്ചത്. പറ്റും റീസെന്റ് ഇംഗ്ലീഷും പണം. ദിലീപ് ജനപ്രിയ നായകൻ, കേരള നമ്പർ 1 സൂപ്പർ സ്റ്റാർ ജനപ്രിയ നായകൻ ഈ സേവണനുള്ളി ദിലീപ് സാറടാ. മലയാളം മൂവി ഇൻഡസ്ട്രിയിലെ ഒരു ഭരിക്കുന്ന സ്വർണ്ണ കിരീടമാ ഈ ദിലീപേട്ടൻ. കോമഡി റോൾസ് സൂപ്പർ ആൻഡ് അടിപൊളിയാ. മന്ദാസ് മന്ദഹാസം ചുണ്ടിൽ നൽകാൻ വന്നവനാണ് ഈ സൂപ്പർ താരം. കൂട്ടുകാരനെ പോലും ഇഷ്ടപ്പെട്ടവനാണ് ഈ ദിലീപേട്ടനടാ സൂപ്പർ സ്റ്റാർ. നാദിർഷാക്ക് ഒപ്പമുള്ള സുഹൃത്ത് ലൈഫ് അവസാനം വരെ കൂടെ നിർത്തുന്നു. നാദിർഷാക്ക് അഭിനയിക്കാൻ മാത്രം ഇഷ്ടപ്പെട്ടിരുന്ന സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഡയറക്ടറായിട്ട് വന്നപ്പോഴും സ്റ്റാർഡം നാദിർഷയ്ക്കും കൂടി ഒപ്പം കിട്ടിയല്ലോ മച്ചാന്മാരെ. ദിലീപേട്ടൻ്റെ ഒപ്പം ഉള്ള ലൈഫ് ഏത് പ്രതിസന്ധി വന്നാലും ദിലീപേട്ടൻ്റെ ഒപ്പം നാദിർഷയ്ക്കുണ്ട് എൻ്റെ മച്ചാന്മാരെ. നാദിർഷയ്ക്കൻ്റെ പടത്തിൽ ഞാൻ ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട്. വൺസ് അപ്പോൺ ടൈം കൊച്ചി. മന്ദഹാസം ചുണ്ടിൽ നൽകാൻ വന്നവനാണ് ഈ സൂപ്പർ താരം. കുട്ടികൾക്കും നാട്ടുകാർക്കും ഇഷ്ടമോടെ താരം. പല വേഷം കിട്ടി തലങ്ങും വിലങ്ങും മിമിക്രി സിനിമ നടനായ താരം. ആലുവയിലെ താരമാണ് താരം. ജനപ്രിയ നായകനായി ചിരിപ്പടക്കം മുറിക്കുക ഒരുപാട് സിനിമകൾ സൂപ്പർ ഹിറ്റായി. പിന്നെ ഒരു കാര്യം പറയാം, ദിലീപേണ്ട സത്യാനന്ദ ഞാൻ ചെയ്തിരുന്നു. നമുക്കെല്ലാം ഒരുമിച്ച് കിട്ടില്ലല്ലോ. കിട്ടിയേ ചെയ്യും ഡെഫിനറ്റ്ലി. പറക്കും പപ്പനിലും സി ഡി മൂസ 2-ലും റൺവേ 2-ലൊക്കെ നോക്കും. പിന്നെ എന്തുപറ്റി? റൺവേ 2-ലും പിന്നെ പറക്കും പപ്പനിലൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും. പിന്നെ ആട് 3-ലും നോക്കുന്നുണ്ട് ഒരു കൈ ചിലപ്പോൾ. പിന്നെ ദിലീപേട്ടനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞു ഒരു വിഷയം, ശബരിമല വിഷയം. എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഒരു പുള്ളി നടന്നതിനല്ലേ പോയത്. ദിലീപേട്ടനെ നടന്നതിനല്ലേ അമ്പലത്തിലേക്ക് പോയത്, ശബരിമലയിലേക്ക്. അല്ല, ആൾക്കാരെ എന്താ പറയാ, പുള്ളിനെ പ്ലെയിനിലാണോ പുള്ളി വന്നത്? പുള്ളി പ്ലെയിനിലാണോ വന്നത്? അല്ല, പിന്നെന്ത് പറ്റി? അതല്ല ചോദിക്കുന്നത്. അമ്പലത്തിന്റെ ഫ്രണ്ടിൽ ഇത്ര നേരം നിൽക്കാൻ പറ്റും, സാധാരണക്കാർക്ക് കുറച്ചു നേരമാണ് നിൽക്കാൻ പറ്റുള്ളൂ. പുള്ളി സൂപ്പർ സ്റ്റാർ അല്ലേ, അതുകൊണ്ട് ജനപ്രിയ നായകനല്ലേ, അതുകൊണ്ട് നിന്നുകൊണ്ട് എന്താ തെറ്റുണ്ട്? എന്താ, ദൈവത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരല്ലേ? ദൈവത്തിന് മുമ്പിൽ എല്ലാം തുല്യ. പക്ഷേ ഇവർക്ക് പ്രത്യേക ഒരു പ്രൈവസി ഉണ്ടല്ലോ. പക്ഷെ ആൾക്കാരെ ഫോട്ടോ എടുക്കാൻ വരിക, ശല്യപ്പെടുത്താൻ വരിക, അതൊരു പ്രത്യേക ഒരു ഇതല്ലേ, പെട്ടെന്ന് വിടണമല്ലോ. അമ്പലത്തിന് മുമ്പിൽ ആരും ഫോട്ടോ എടുക്കാൻ ഇതിലൊക്കെ വരണേ? അമ്പലത്തിന് മുമ്പിൽ അല്ല, ശല്യപ്പെടുത്താൻ ആൾക്കാരെ വന്നു പോകില്ല. അതുകൊണ്ടാലും കുറച്ച് പോലീസുകാരൊക്കെ ഉണ്ടാകുന്നില്ല കൂടെ. അതല്ല പ്രശ്നം, പിന്നെ സമയത്ത് കൂടുതൽ നിന്നു എന്നുള്ളതാണ് പ്രശ്നം. അത് എന്തായാലും ദിലീപേട്ടൻ നോക്കിക്കോളൂന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ അതിനെ പറ്റിയുള്ള കാര്യം. അപ്പോൾ ചെയ്ത് തെറ്റല്ലേ? ചെയ്ത് തെറ്റാന്ന് തോന്നുന്നില്ല. കാരണം പുള്ളിക്ക് അത് പുള്ളിയുടെ ആൾക്കാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല, പെട്ടെന്ന് പോകണമെന്നൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. അതേ നേരം നിന്നത്. അല്ല, ആൾക്ക് കോമൺ സെൻസ് ഉള്ളതല്ലേ ചെയ്യാലോ അത്. കാരണം ദിലീപേട്ടൻ്റെ പ്രാർത്ഥിച്ചായിരിക്കും കൂടുതൽ, പ്രാർത്ഥനയിലായിരിക്കും കൂടുതൽ. അപ്പോൾ അതിനകത്ത് എല്ലാവരുടെ പ്രാർത്ഥിക്കാനല്ലേ വന്നേ.
കാരണം ദിലീപ് ഇപ്പം ജയറാമേട്ടൻ വന്നിരുന്നു കഴിഞ്ഞിടക്ക്. അവരെല്ലാം വന്നു പെട്ടെന്ന് പോകുന്നുണ്ട്. അവിടെ ഫ്രണ്ടിൽ അത്ര നേരം നിൽക്കാറില്ല, അതും നട അടയ്ക്കണ സമയത്ത്. കാരണം ദിലീപേട്ടന് നിന്നു, അതിനെപ്പറ്റി എനിക്ക് കുറ്റം പറയാൻ താല്പര്യമില്ല. കാരണം ദിലീപേട്ടൻ്റെ ഫാനായതുകൊണ്ട്. കാരണം എനിക്ക് അപ്പൊ തെറ്റാണെന്ന് അറിയാം, പറഞ്ഞിട്ട് എയറിൽ കയറേണ്ട ആവശ്യമില്ല. അപ്പൊ തെറ്റാണെന്ന് അറിയാം. ഒന്നാമത് ഓൾറെഡി ഞാൻ എയറിലാണ്, നീ എയറിലാകേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ദിലീപേട്ടൻ പ്രാർത്ഥിച്ചു പോയി, കാര്യങ്ങളായി. പിന്നെ ആൾക്കാർ ഇങ്ങനെ വിവാദമാക്കുന്നതിനോട് താല്പര്യമില്ല എനിക്ക്.